ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 15, വിശുദ്ധ തർസീഷ്യസ്. 3-ാം നൂറ്റാണ്ടിൽ റോമിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു ബാലനാണ് വിശുദ്ധ തർസീഷ്യസ്. ആദിമയുടെ സഭയുടെ കാലത്തെ ഒരു അൾത്താര ബാലനായിരുന്നു തർസീഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. സഭ വളർന്നു തുടങ്ങിയ കാലമായിരുന്നു അത്. വലേറിയൻ ചക്രവർത്തി റോം ഭരിക്കുന്നു. ക്രിസ്ത്യാനികളായുള്ളവർക്കെല്ലാം പീഡനകാലം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എന്ന് തോന്നുന്നവരെയെല്ലാം തടവിലാക്കുകയും യേശുവിലുള്ള വിശ്വാസം തള്ളിപ്പറയാത്തവരെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്ന സമയത്ത് രഹസ്യമായാണ് ക്രൈസ്തവർ ഒത്തുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത്. 4-ാം നൂറ്റാണ്ടിൽ പോപ്പ് ദമാസസ് എഴുതിയ ഒരു കവിതയിലാണ് തർസീഷ്യസിന്റെ കഥ പറയുന്നത്. ക്രൈസ്തവ കൂട്ടായ്മകളിൽ സജീവമായി പങ്കെടുക്കുകയും ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുകയും വിശ്വാസപൂർവ്വം വിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും ചെയ്തിരുന്ന ബാലനായിരുന്നു തർസീഷ്യസ്. സഭാപിതാക്കന്മാർ ഈ മിടുക്കന്റെ സാമർഥ്യം മനസ്സിലാക്കിയിരുന്നു. റോമിലെ ചില അക്രൈസ്തവ മതങ്ങളുടെ വിശ്വാസികൾ ഒരു വലിയ വിഭാഗം ക്രൈസ്തവരെ തടവിലാക്കിയിരുന്നു. ഇവർക്ക് രഹസ്യമായി വിശുദ്ധ കുർബാന നൽകുവാൻ തർസീഷ്യസ് വഴി കണ്ടെത്തി. ഇന്നും തിരുവോസ്തിയുമായി രഹസ്യവഴിയിലൂടെ തടവറയ്ക്ക് സമീപമെത്തി അവർക്കത് കൈമാറിപ്പോന്നു. എന്നാൽ അധിക ദിവസം അങ്ങനെ പോകാൻ തർസീഷ്യസിന് കഴിഞ്ഞില്ല. അവൻ പിടിക്കപ്പെട്ടു. പടയാളികൾ വിശുദ്ധ കുർബാന അവരുടെ കയ്യിൽ കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. പവിഴ മുത്തുകൾ പന്നിക്കൂട്ടങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ല എന്നായിരുന്നു തിരുവോസ്തിക്ക് വേണ്ടി അവർ തർസീഷ്യസിനെ മർദ്ദിച്ചു. അവസാനം ശ്വാസം വിട്ടു പോകുന്നതുവരെയും അവനത് പറഞ്ഞില്ല. തർസീഷ്യസ് മരിച്ചു കഴിഞ്ഞുവെന്ന് മനസ്സിലായപ്പോൾ അവർ അവന്റെ കൈകളിലും വസ്ത്രങ്ങളിലും എല്ലാം തിരുവോസ്തി കണ്ടെത്താനായി തിരച്ചിൽ നടത്തി. എന്നാൽ അത് അപ്രത്യക്ഷമായിരുന്നു. അൾത്താര ബാലന്മാരുടെ മധ്യസ്ഥനായാണ് വിശുദ്ധ തർസീഷ്യസ് അറിയപ്പെടുന്നത്.